രാഷ്ട്രീയത്തിനു വേണ്ടി തന്നെ ഉപയോഗിക്കുന്നുവെന്ന് കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി യഥാർത്ഥ രേഖകൾ തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ തനിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. പരാതി എല്ലാം വ്യാജമാണ് എന്നും പെൺകുട്ടി പറഞ്ഞു. वो सब झूठ है, राजनीति पॉलिटिक्स के लिए बीजेपी के लोग ऐसा कर रहे हैं. अनिल विलाई, प्रताप दुबई, नागराज, मेरी फिल्म के डायरेक्टर सनोज मिश्रा, वो लोग ऐसे झूठ बोल रहे कि मेरा एज कम है. सरकार देखो अंधी नहीं होती है, कानून अंधा नहीं होता है. उनने सब कुछ चेक किया, आधार कार्ड. उनने ही मेरे पति के खिलाफ अपहरण केस भी करवाया है, जबकि उनने मेरे पापा ने सबने मिलकर करवाया है कि 27 फरवरी को मुझे किडनैप कर लिया गया है. जबकि मैं 27 फरवरी को मेरे पापा के साथ मध्य प्रदेश थी मेरे घर पे. तो मैं 27 फरवरी को कैसे किडनैप हो सकती हूँ? मैं यहाँ आई 2 मार्च को यहाँ मेरे पापा मेरी शादी तक 11 मार्च तक मेरे साथ में ही थे मेरे पापा. तो मैं 27 फरवरी को कैसे किडनैप हुई? आप ही बताओ. യഥാർത്ഥ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ തന്റെ കൈവശമുണ്ട് എന്ന് പെൺകുട്ടിയുടെ അഭിഭാഷകൻ പറഞ്ഞു. യഥാർത്ഥ രേഖകൾ എല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നും അഭിഭാഷകൻ പറയുന്നു. ഇതാണ് ഇവർ ആദ്യമായിട്ട് എടുത്ത ആധാർ കാർഡ്. ഈ ആധാർ കാർഡ് എടുക്കുന്നത് ഏകദേശം 7 വയസ്സുള്ള സമയത്താണ്. ഇവർ പറയും പ്രകാരം ഈ പറയുന്ന ആധാർ കാർഡ് തിരുത്തിയിട്ടാണ്, ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് പുതിയ റെക്കോർഡ് ഉണ്ടാക്കിയത്. ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ 5 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സുള്ള സമയത്ത് ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആരാ പറഞ്ഞു കൊടുക്കുക? ഇവരുടെ ഫാദർ തന്നെയല്ലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇവരുടെ പാരന്റ്സ് അല്ലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം എടുത്ത ആധാർ കാർഡ് എന്ന് പറയുന്നത് 2015 ഇഷ്യൂ ചെയ്ത അപ്ഡേറ്റഡ് ആധാർ കാർഡാണ്. ഈ ആധാർ കാർഡിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഓൺ ദ ബേസ് ഓഫ് ഈ ആധാർ കാർഡാണ്. ഈ പറയുന്ന 2 ആധാർ കാർഡും വന്നിരിക്കുന്നത് അതിനുശേഷം വന്നിരിക്കുന്നത് പാൻ കാർഡാണ്. 2026 വന്നിരിക്കുന്നത്. ഈ പാൻ കാർഡ് എടുക്കുമ്പോഴും വന്നിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1/2008 ആണ്. അതിനുശേഷം ബേസ് ഡോക്യുമെന്റിനകത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതാണ്. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ബർത്ത് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ കൃത്യമായി 1/1/2008 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടുമുകളിൽ ആധാർ നമ്പർ എന്ന് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടി ഈ പറയുന്ന 7 വയസ്സുള്ളപ്പോൾ എടുത്ത ആദ്യത്തെ ആധാർ കാർഡ് കാണുന്ന നമ്പർ, അതിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ. ഇത് ഫാബ്രിക്കേറ്റ് ചെയ്താണെങ്കിൽ എങ്ങനെ ഈ പറയുന്ന റീസെന്റ് എടുത്ത 2025 എടുത്ത ഈ പറയുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഈ പറയുന്ന ഡേറ്റ് വരും? ഇസ് എ ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ആണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.